നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? വിൻസെന്റ് വർഗീസ്. ചേട്ടൻ ഇപ്പോൾ ഒരു ബി.ജെ.പിയുടെ സജീവ പ്രവർത്തനത്തിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരാളല്ലേ? അപ്പോൾ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള കൊടുങ്ങല്ലൂര് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് എങ്ങനെയാണ് അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? ഞങ്ങള് ബി.ജെ.പിയുടെ പ്രചരണമായിട്ട് വീടുകളിൽ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾ ഇപ്പൊ നമ്മളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന പ്രവണതയാണ് കാണുന്നുള്ളത്. ഏതൊരു പ്രശ്നത്തിലായി കഴിഞ്ഞാൽ, കാരണം 50 വർഷമായി ഇടതും വലതും ഭരിച്ചിട്ട്, കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി നശിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളത്. പക്ഷെ ഇപ്പൊ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടാണ് ഇവരുടെ ചായ്വ് വന്നേക്കുന്നുള്ളത്. പിന്നെ ഇപ്പൊ ഏതൊരു പ്രശ്നം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബി.ജെ.പിയുടെ എല്ലാ പ്രവർത്തകരും ഈ ന്യൂനപക്ഷങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇടതും വലതിന്റെയും ഒരു പ്രവർത്തകരും ഇവരുടെ ക്രിസ്ത്യൻസിന്റെയും മുസ്ലിങ്ങൾക്കോ എന്തെങ്കിലും ഒരു സഹായങ്ങൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ആ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും വീടുകളിൽ നിന്ന് ആ വ്യക്തികൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ പ്രവണതയാണ് ഇന്ന് കാണുക. അപ്പൊ അവരുടെ വികാരം അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാ സഹായവും ഇടതിനും വലതിനും ചെയ്തു കൊടുത്തിട്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പൊ ഞങ്ങളെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് ബി.ജെ.പി ആണെന്ന്. അത് വോട്ട് തരംഗമായിട്ട് ഈ ഇലക്ഷന് ആഞ്ഞടിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ ഈ പ്രത്യേകിച്ച് ഇപ്പോ ഒരു മുനമ്പം വിഷയം, വഖഫ് ബോർഡിന്റെ വിഷയം വന്നു. ഇപ്പോ സ്കൂളുകളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലെല്ലാം ഒരു വലിയ വർഗീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് അത് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പല വാർഡുകളിലും നിർണായകമാണ്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും അത്? ബി.ജെ.പിക്ക് അനുകൂലമാകുമോ, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ക്രൈസ്തവർ ആ രീതിയിലേക്ക് തന്നെ പോകുമോ? എങ്ങനെയായിരിക്കും സാധ്യത? വഖഫ് മുനമ്പം പ്രശ്നത്തിൽ നോക്കിക്കഴിഞ്ഞാലേ, മുമ്പ് കോൺഗ്രസിന്റെ അനുകൂലമായിട്ടുള്ള ആൾക്കാരായിരുന്നു, ക്രിസ്ത്യാനികളായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ കോൺഗ്രസ്സുകാര് ഇവര് വോട്ട് ബാങ്കിന് മാത്രമായിട്ട് പരിഗണിക്കുക ചെയ്തത്. അതിനു വേണ്ടിയാണ് ഇവരെ തള്ളി വിട്ടേക്കുന്നത്. പക്ഷെ ബി.ജെ.പിയുടെ നേതാക്കളാണ് അവർക്ക് A to Z സപ്പോർട്ട് ചെയ്തത്. മോദി സർക്കാർ ആണ് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തും കൊണ്ട് കാരണം വെച്ചാൽ അവര് സ്വന്തം കാശ് മുടക്കി വാങ്ങിയ ഭൂമിയിൽ അവർ നിന്ന് അടിച്ച് ഇറക്കുക എന്നുള്ള ഒരു ആയിരുന്നു CPI-ക്കാര്, മാർക്സിസ്റ്റ് പാർട്ടിക്കാര് എടുത്തിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് ഇന്ന് മോദി സർക്കാർ അവിടെ തന്നെ താമസിപ്പിക്കണം. വഖഫ് ബോർഡ് എന്നുള്ളത് 1947 വന്നിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 47-ന് ഇത് വന്നിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഇതില്ല എന്നാണ് മുസ്ലിം വഖഫ് ബോർഡിന്റെ തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞേക്കുന്നത്. അവരത് കെട്ടിച്ചമച്ച പ്രമാണങ്ങളോ മറ്റോ ആയിരുന്നു. ഇവർ കാശ് കൊടുത്ത ഭൂമിയിൽ നിന്ന് ആ ജനങ്ങളെ പുറത്തിറക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. ബി.ജെ.പി അനുകൂലമായ നിലപാടെടുത്ത് കോടതി വിധികൾ ഉൾപ്പെടെ അവർക്ക് അനുകൂലമാക്കി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഇതോടുകൂടി ഒരു 50-ലധികം കുടുംബങ്ങളും 50-ലധികം കുടുംബങ്ങളിലുള്ള 100 കണക്കിന് ആൾക്കാരും ബി.ജെ.പിയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് വരികയാണ് ഉണ്ടായത്. ഈ സാഹചര്യം അവർക്ക് മനസ്സിലായി, ഇടതും വലുതും ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന്. പിന്നെ പ്രധാനമായിട്ട് ചേട്ടൻ ഇപ്പോ ഒരു ക്രൈസ്തവ വിശ്വാസിയാണല്ലോ. അപ്പോ ഈ അടുത്ത കാലത്ത് ബി.ജെ.പിയുടെ പ്രവർത്തനത്തിൽ സജീവമായതാണ്. എന്തുകൊണ്ടാണ് താങ്കൾ ഇതുപോലെ ഒരു പ്രവർത്തനത്തിൽ മുൻപന്തിയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ക്രൈസ്തവര് ബി.ജെ.പിയിലെ സജീവമല്ല എന്നുള്ളത് എനിക്ക് പറയുന്നില്ല. ഇഷ്ടം പോലെ ക്രൈസ്തവര് ബി.ജെ.പിയുടെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പരസ്യമായിട്ട് അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രം. എന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ മേലധ്യക്ഷന്മാർ പലതരത്തിലുള്ള വിലക്കുകൾ അവർ ഏർപ്പെടുത്തുകയാണ് കാലാകാലങ്ങളായിട്ട് ചെയ്തു പോകുന്നത്. അതിന് ഇപ്പൊ ഇന്നത്തെ ജനങ്ങള്, വിദ്യാഭ്യാസമുള്ള ജനങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മതമേലധ്യക്ഷന്മാരെ. അതിൽ നിന്ന് ഒരു മോചനം നേടണമെന്ന് യുവതലമുറ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആയിരക്കണക്കിന് പേര് ബി.ജെ.പിയിലോട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? ബിനേഷ്. ചേട്ടാ ഇപ്പോ ഈ മൊത്തത്തിൽ ബി.ജെ.പിയുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ഇപ്പോൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ 27-ാം വാർഡിലെ പ്രവർത്തകരാണല്ലോ നിങ്ങൾ. വീടുകളിൽ കയറുന്ന സമയത്ത് എന്താണ് പ്രതികരണം? എന്താണ്? വീടുകളിൽ കയറുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തകർ, നാമമാത്രമായ പ്രവർത്തകർ മാത്രമുള്ള എല്ലാ വീടുകളിൽ ഗൃഹസമ്പർക്കം പോലും അവർക്ക് നടത്താൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ LDF-ന്റെയും വളരെ നിരാശരാണ് അവര്. സ്ഥാനാർത്ഥിത്വത്തിന് പോലും ആളുകൾ, നേതാക്കന്മാര് പിന്മാറി നിൽക്കുന്ന സാഹചര്യം എന്നുള്ളത്. ഇപ്പോൾ
പരമ്പരാഗതമായിട്ട് LDFന്റെ ഒരു സീറ്റാണല്ലോ ഇത്. ഇപ്പോൾ BJP ഇത്തവണ ഇവിടെ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് ചരിത്രപരമായിട്ടുള്ള ഒരു വിജയമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ BJP ഇത്രയും വിജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഇവിടെ ഉള്ളതിന്റെ ഒരു കാരണം എന്താണ്? അത് വോട്ട് ചേർക്കലോ വോട്ട് വെട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മാത്രമാണോ? വോട്ട് ചേർക്കലും വോട്ട് വെട്ടലും മാത്രമല്ല, ഇവിടുത്തെ ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തിക്കും എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അത് സമീപിക്കുന്നത് BJP പ്രവർത്തകരെയാണ്. അവർക്കത് നടത്തി കൊടുക്കുന്നതും BJP പ്രവർത്തകരാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി BJP വലിയ പ്രതീക്ഷ വെക്കുന്നതാണല്ലോ. ഈ കഴിഞ്ഞ വട്ടത്തെ പോലെ ചെറിയൊരു വേരിയേഷൻ ഇത്തവണ പരാജയപ്പെടാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ? ഇത്തവണ ഒരിക്കലും പരാജയപ്പെടാൻ സാധ്യതയില്ല. ഒരു 35 സീറ്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഇങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താണ്? ഉറപ്പിച്ചു പറയാൻ നമ്മൾ ഗൃഹസമ്പർക്കം നടത്തുന്ന സമയങ്ങളിൽ കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റ് BJPക്കും 22 സീറ്റ് LDFിനും ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് കൊടുങ്ങല്ലൂരിലെ ഭരണം നമ്മൾക്ക് നഷ്ടപ്പെട്ടത്. ഇത്തവണ 35 സീറ്റുകളെങ്കിലും നേടി മൃഗീയ ഭൂരിപക്ഷത്തിൽ നമ്മൾ വിജയിക്കും. മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിക്കുകയും ചെയ്യും. ചേട്ടാ, ഇപ്പോൾ ഈ ഹിജാബ് വിഷയം, സ്കൂളിലെ ഹിജാബ് വിഷയം സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ വലിയ രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു സന്ദേശം നൽകുന്നുണ്ട്? നെഗറ്റീവായിട്ടുള്ള ഒരു സന്ദേശം അജണ്ടയാണ് ഈ കേൾക്കുന്നത്. അതായത് SDP-യും CPI-യും കൂടിയുള്ള ഒരു കൂട്ടുകെട്ടിന്റെ ഫലമായിട്ടാണ് ഇത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കുത്തിപ്പൊക്കി ഉടലെടുത്ത് ഉണ്ടാക്കിയൊക്കെയാണ്. അതായത് ക്രിസ്ത്യാനികളുടെ വോട്ട് അവർക്ക് കിട്ടാൻ വേണ്ടി അവരുമായിട്ട് ഭിന്നിപ്പിച്ച് മാറ്റുക, ഇതാണ് അവരുടെ ലക്ഷ്യം. ഭിന്നിപ്പിക്കുന്ന ആ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉടലെടുക്കുക. കാരണം SDP-യും CPI-യും തമ്മിൽ ഇത് കാരണം എന്ന് വെച്ചാൽ കുറുക്കന്മാരെ ആടുകളെ കൂട്ടിയിടിപ്പിച്ച് കുറുക്കൻ ചോര കുടിക്കുന്നുള്ള ആ ഒരു തന്ത്രമാണ്. അപ്പൊ ഭിന്നിപ്പിക്കുക, ക്രിസ്ത്യൻസിന്റെ ഈ ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ഇതാണ്. പക്ഷെ അവിടെ BJP പ്രവർത്തകർ ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു അനുകൂല നിലപാടിലാണ് അവിടെ നിൽക്കുന്നത്. കാരണം അവരുടെ സപ്പോർട്ടോട് കൂടി തന്നെ അത് പഴയ രീതിയിൽ, കാരണം ഒരു അക്രമാസക്തമായിട്ടുള്ള ഒരു പ്രശ്നം ഉടലെടുക്കാണ്ട് BJP പ്രവർത്തകർ അവരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നേറുന്നെന്ന് ആണ് ഏറ്റവും പുതിയ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ വീടുകളിൽ എത്തിക്കുന്നതിനായിട്ട് LDF എപ്പോഴും ഒരു മടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് BJP-യുടെ പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ അതിലൊരു ബോധവൽക്കരണം ജനങ്ങളുടെ ഇടയിൽ നടത്തിയിട്ടുണ്ട്? 100% ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് കിസാൻ സമ്മാൻ നിധിയിൽ 200ഓളം ഫോമുകൾ ഞാൻ കൊണ്ടുവരികയും എല്ലാ വീടുകളിലും എത്തിച്ച് അത് പൂരിപ്പിച്ച് നൽകി അവർക്ക് 3 മാസത്തിലൊരിക്കൽ 2000 രൂപ, വർഷത്തിൽ 6000 രൂപ കിട്ടുന്ന പദ്ധതി ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങൾക്ക് ഇപ്പം അത് ലഭ്യമാവുന്നുണ്ട്. അപ്പൊ അത് ഈ ആ ഒരു സംഭവത്തോടുകൂടി ജനങ്ങളുടെ ഇടയിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാരിനെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ്? മികച്ച അഭിപ്രായമാണ്. നാളിതുവരെ കാണാത്ത വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മത്സ്യസമ്പദ് യോജന 40% സബ്സിഡിയോടുകൂടി കൂട് മത്സ്യകൃഷി വ്യാപകമായി നമ്മളുടെ കൊടുങ്ങല്ലൂർ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ആളുകൾക്ക് അതിലൂടെ വരുമാനം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സുകന്യ സമൃദ്ധി പോലെയുള്ള പദ്ധതികളെ സംബന്ധിച്ചുള്ള ഒരു വിഷയം അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ്? ജനങ്ങളുടെ അഭിപ്രായം പൂർണ്ണമായിട്ടും BJP-ക്ക് അനുകൂലമാണോ, സംസ്ഥാന സർക്കാരിന് അനുകൂലമാണോ? സുകന്യ സമൃദ്ധിയൊക്കെ 2014-15 ആ സമയത്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിയത്. അത് ബഹുഭൂരിപക്ഷം ജനങ്ങളും ചെറിയ കുട്ടികളുള്ള പെൺകുട്ടികളുള്ളവരെല്ലാവരും തന്നെ സുകന്യ സമൃദ്ധിയിൽ അംഗമായിട്ട് അതിന്റെ പരസ്യം കിടച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന പദ്ധതികളായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രചരണം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇതൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്? 100%. ഇപ്പോൾ കാലം മാറിയല്ലോ. സോഷ്യൽ മീഡിയ ഇത്രയധികം സജീവമായ സമയത്ത് അത്തരം പൊള്ളത്തരങ്ങളൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്.